Hello and welcome to our new vlog. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതാണ് 24 hours food challenge. അപ്പൊ ഈ ചാലഞ്ചിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ 24 മണിക്കൂർ ഗൈസ് വീണ്ടും വെട്ടി വിഴുകാൻ പോവാണ്. ഇന്നത്തെ ചാലഞ്ച് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബ്രദർ സിസ്റ്റർ പോലത്തെ വീഡിയോസ് ആണ് ഗൈസ്. യെസ്, അപ്പൊ ഇതിന്റെ ബ്രദർ ഇൻസ്റ്റന്റ് ഫുഡ് ചാലഞ്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാക്കി കഴിക്കുക, ചൂടുള്ള ഒഴിച്ച് കഴിക്കുക, അങ്ങനത്തെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടുവെക്കാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ബട്ട് ഇത് നമ്മൾ ചെയ്യാൻ പോണതാണ് അതിന്റെ പോലെ തന്നെ ഒരു വെർഷൻ വിച്ച് ഇസ് ഫ്രോസൺ ഫുഡ് ഗൈസ്. യെസ്, അപ്പൊ 24 മണിക്കൂർ നമ്മൾ കഴിക്കാൻ പോണതാണ് ഇത് ഫ്രോസൺ ഫുഡ്. വേറെ ഒന്നുമല്ല, ഫ്രീസറിൽ വെച്ച് മരയിപ്പിച്ച സാധനം നമ്മൾ ചൂടാക്കി കഴിക്കും. പക്ഷെ എല്ലാ ഐറ്റംസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ആസ് ഐ സെഡ്, ഞാൻ ഒന്നുമേ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്കത് പുതുമേ ആവശ്യം കുറെ ഐറ്റംസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഗൈസ്. ആർത്തി മുട്ടിയിരിക്കാൻ ഞാൻ, ബിക്കോസ് ടൈം 10 മണിയായിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഫുഡ് ചാലഞ്ചിൽ എന്തെന്നാ മാജിക്കൽ ആയിട്ട്. ബിക്കോസ് എല്ലാ തവണയും ഞാൻ നോർമലി കഴിക്കുമ്പോൾ സമയത്തിന് 8 മണിക്ക് തന്നെ വിട്ടുപിടിക്കുന്ന ആളാണ്. പക്ഷെ ഫുഡ് ചാലഞ്ചിന് ഞാൻ ലേറ്റ് ആയി പോകും ഗൈസ്. ആൻഡ് ഇന്ന് ഞാൻ കുളിച്ചിട്ട് നമുക്ക് വേഗം വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ഇട്ടാണ് കാരണം വിളക്ക് കത്തിച്ച് വെച്ചേക്കണത് കൊണ്ട് മമ്മി വിളക്ക് കത്തിച്ച് കഴിഞ്ഞാ. അപ്പൊ മമ്മിക്ക് എന്തി വാല് തുറന്നാ തുറക്കണ്ടേ? ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വാല് തുറന്ന് കുറച്ചൊന്ന് ശ്വാസം വലിക്കാം. ആക്ച്വലി ശ്വാസം വലിക്കാൻ മാത്രമൊന്നുമില്ല, അവിടെ ബിൽഡിംഗ് പണിയേണ്ട മണ്ണ് മാത്രം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ചൊരു വെന്റിലേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല തുടങ്ങാൻ പോയത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്ലിംസ് കാണിച്ചു തരാം. അത്രേ കണ്ടാ മതി. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എടുക്കട്ടെ. ഓ മൈ ഗോഡ്, മമ്മി ടേബിളിനെ പൂജിച്ചാ ആണാ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ ടേബിളിനെ പൂജിച്ചാ ശരിക്കും. എന്തെന്നാ മമ്മി വെള്ളം മാത്രം ഒളിച്ചാ? അതെ, ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ടേബിളിനെ പൂജിച്ച് കഴിഞ്ഞപ്പോ ഇത് നമ്മൾ ഇതിനകത്തിരുന്ന് കഴിക്കൂലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇവിടെ ഈ ഒരു വാവ് ബ്രാൻഡിന്റെ മോമോ. അപ്പൊ ഞാൻ എവിടെയും കണ്ട് വായിച്ചിരുന്നിട്ടാ മോമോ എന്ന് പറഞ്ഞാൽ മോമോസ് ഇല്ലേ, ഒബ്വിയസ്ലി അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അതിനെ മോമോ എന്ന് തന്നെ പറയല്ലോ. ഒന്നാണെങ്കിലും മോമോ, ഒന്നിൽ കൂടുതലാണെങ്കിലും മോമോ. പക്ഷെ മോമോസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് അങ്ങനെയാണോ? അപ്പൊ ഇന്ന് നമ്മൾ ഇതാ ട്രൈ ചെയ്യാൻ പോകണത്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല ഇത് ഇത്ര വലിയ പാക്കറ്റ് ആയിട്ടായിരിക്കും വന്നത്. ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ആൻഡ് ഇത് ബൈ ദ വേ ഗൈസ് പ്യോർ വെജ് ആണ് കേട്ടാ. അതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് തോന്നുന്നു. എവിടെ പോയി ഞാൻ വായിച്ചതായിരുന്നല്ലോ. 20 അതെന്നാ മുമ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കണ്ണോട്ടിക്ക് കണ്ടില്ല. ഓക്കെ, അപ്പൊ 20 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഇത് വോവിന്റെ ഇതിനകത്ത് വേറെ കുറെ വേരിയൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മേടിച്ചതാണ് ഈ ഒരു, എവിടെ പോയി അത് കാണാനില്ല. വെജ് ഡാർജിലിംഗ് മോമോസ് ആണ് കേട്ടോ ഇത്. ഇവിടെ മോമോസ് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ എസ് സൈലന്റ് ആണ്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, മിഴുങ്ങാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 3 രീതിയിൽ നമുക്ക് ഇതിനെ ഉണ്ടാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമർ ആണെങ്കിൽ അങ്ങനെ, മൈക്രോവേവ് ആണെങ്കിൽ നമുക്ക് രണ്ടുമില്ല. അപ്പൊ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ തന്നെ ആയിരിക്കും വേവിക്കാൻ പോണത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വെൽക്കം ടു അവർ അടുക്കള പോരാ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡിസ്റ്റർബിങ് മല്ലിവെള്ളത്തിന്റെ പാത്രം എടുത്ത് സൈഡാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ചിലപ്പോ നമുക്ക് ഇതിന്റെ കൂടെ ഇത് കിട്ടും. ചിലപ്പോ ഐ ഹോപ്പ് സോ കിട്ടിയാൽ മതിയായിരുന്നു. കാരണം മോമോസിന്റെ ചട്നി ഇല്ലെങ്കിൽ എന്ത് മോമോസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം വയ്ക്കാം. ഇവിടെ എങ്ങും നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലില് മര്യാദക്കുള്ള ഇഡ്ഡലി പാത്രം കിട്ടാൻ ഒരു മാർഗവും ഇല്ല ഗൈസ്. ഞാൻ ആമസോണിൽ നോക്കി, പക്ഷെ അത് അലുമിനിയം ആണ്. അലുമിനിയമിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പാത്രം വയ്ക്കാം. വയ്ക്കാൻ പോരാ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. By the way, ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടാ താഴെ. ഓക്കെ ഗൈസ്, ദിസ് വേ യു ക്യാൻ സീ മീ ആൻഡ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കാം. ബട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് വയ്ക്കേണ്ട പാത്രം വയ്ക്കാം. അപ്പൊ ഇഡ്ഡലിയുടെ പാത്രം ഉണ്ട് എൻ്റെ അടുത്ത്. അതല്ലാണ്ട് തന്നെ ഇതിന്റെ ഒപ്പം നമുക്ക് ധോക്ല ഗുജറാത്തി ഫുഡാ ഗൈസ്. അപ്പൊ ധോക്ല, ഖമൺ അതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇതുപോലത്തെ പരന്ന പാത്രം ഉണ്ടിട്ടാ. ആക്ച്വലി എനിക്ക് ഒരു പ്രാവശ്യം ഗൈസ് ഇതിനകത്ത് ഇഡ്ഡലി ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ജംബോ ഇഡ്ഡലി ഉണ്ടാക്കാം. എക്സൈറ്റഡ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് വച്ചുകൊടുക്കാം. അപ്പൊ ഒരു പാത്രം മതി നമുക്ക്. ആൻഡ് മോളിൽ ഏതാ വലിയത് ഇതിന്ന് എനിക്ക് മനസ്സിലാവണില്ല ഏതാ വലിയതെന്ന്. ഓക്കെ, എനിക്കൊന്നും ഇത് ചെറുതാ. കാരണം ഇതുമ്പോ 2 പിടിയുള്ളൂ. അതിനിപ്പോ 3 പിടിയുണ്ട്. കണ്ടാ എന്റെ കണ്ടുപിടുത്തം.
എന്നാ കളി നമുക്ക് ഇതിനെ കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ ഗൈസ്, മൊമോസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒലിവ് ഓയിൽ ഒന്ന് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അതെല്ലാം ഓക്കെ. നമ്മൾ ഇതുവരെ നമ്മുടെ മൊമോസ് പൊട്ടിച്ചില്ല. ഇതൊക്കെ നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കണ്ടേ? ഓ മൈ ഗൈസ്, 2 പാത്രമുണ്ട്. മൈ ഗോഡ്, സ്ട്രോങ് ആയിട്ട് സവാളയുടെ മണമെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിൽ 10 എണ്ണം. അടിപൊളി ഐസും കട്ട് ചെയ്തിരിക്കാൻ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതിനൊന്ന് കുറച്ചു നേരം പുറത്ത് വെക്കണമായിരുന്നു. ഇല്ല ഗൈസ്, അങ്ങനെ എങ്ങും എഴുതിയിട്ടില്ല കേട്ടാ. ചിലപ്പോൾ നമ്മൾ നമ്മുടെ മര്യാദ കാണിച്ചുകൊണ്ട് വെക്കണമായിരുന്നു കാണും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ചെയ്യണം നേരവുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാക്കറ്റ് എടുക്കാം. മോമോസിന്റെ സോസ്. പക്ഷെ ഇത്രയൊക്കെ നമുക്ക് തികയോ? ഇതിനകത്ത് വല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി എക്സ്ട്രാ ആക്കാൻ പറ്റുമോ? ബാക്കി സോസും പിന്നെ ഇതിനെടുത്ത് നമുക്ക് തിരിച്ച് ഫ്രിഡ്ജിക്കേറ്റാം. ടു ബി ഓണസ്റ്റ് ഗൈസ്, ഞാൻ ഇതിന്റെ സ്മെല്ലിനോട് അത്രയ്ക്ക് ഇംപ്രസ്ഡ് അല്ല. എനിക്ക് എന്തോ ഒരു മ്ലാനത ഫീൽ ആവുന്നുണ്ട്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് തകടം മറിയും തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. സോ ലെറ്റ്സ് ആഡ് അവർ മോമോസ് ടു ഈ ചൂടുപാത്രം. ഓക്കെ ഗൈസ്, ഞാൻ അറിയാണ്ട് കത്രിക വെച്ച് ഫുൾ പ്ലാസ്റ്റിക് തന്നെ പൊളിച്ചെടുത്തു. സബാടി പൊളിയല്ലേ? ഇതുപോലെ തന്നെ തോന്നിയാൽ മതിയായിരുന്നു വായി പോകുമ്പോഴും. ലെറ്റ്സ് ആഡ്. ചൂടാവുന്നുണ്ട് ഗൈസ് ഇതിന്റെ വെള്ളം. 2 3. എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ മെൽറ്റ് ആവുമെന്ന് എനിക്ക് തോന്നണം. ഇതിന്റെ വെള്ളം ആവോ ഉണ്ടോ? ഓക്കെ ഗൈസ്, നമുക്ക് 5 മാത്രം വെക്കാട്ടെ. ഇതെടുത്ത് നമുക്ക് തിരിച്ച് ഫ്രീസറിലോട്ട് കയറ്റാം. ബിക്കോസ് അതിനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ നോക്കാൻ മറന്നു പോയിട്ട് ഇതിന് നമ്മൾ എത്ര മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടച്ചു വെക്കാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നല്ല പടം വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് ഇവിടെ മെൽറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 5 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടുണ്ടല്ലോ. ഫുഡ് ബ്ലോഗ്സിന് വേണ്ടിട്ട് ഇതുപോലത്തെ പ്ലേറ്റ്സ് മേടിച്ചിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെ സെർവ് ചെയ്യാൻ ഇവിടെ വല്ല സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എണ്ണ തേച്ചത് ഒരു നല്ല സംഭവമായിരുന്നു. ഇത് നോക്കിയേ ഗൈസ്, എന്തൊരു സോഫ്റ്റ് ആണ്. ഓടയാണ്ടിരുന്നാ മതിയായിരുന്നു. എന്ത് രസം. ചുട്ടിച്ചിടാ സോസ് ടൈം. നൈസ് സ്മെൽ നല്ലതാ. ബാക്കി ടേസ്റ്റ് നോക്കാം. വായോ ഗൈസ്, നമുക്ക് വിഴുകാം. ഐ ആം സോ എക്സൈറ്റഡ്. കടല് കരിയണു ഗൈസ്. വിശന്നിട്ട് എനിക്ക് കാണാൻ പറ്റണില്ല. സമയം എത്രയും ഗൈസ്? ഓൾറെഡി 10:50 ആവാൻ പോവാ. ഇനി നമുക്ക് ലേറ്റ് ആക്കണ്ട, നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഞാൻ ഏത് പീസ് എടുക്കും? നാർത്തിപ്പുണ്ടായിരുന്നു. നമുക്ക് ഈ പീസ് എടുക്കാം. കറി തന്നെയാണ് ഞാൻ ആദ്യം സെർവ് ചെയ്തിരുന്നത്. അതാണ് എൻ്റെ ഓർമ്മ. ലെറ്റ്സ് ഡിപ്പ്. എല്ലാരും കഴിച്ചോ? How's it guys? How's it? Wow, so good. In the sauce chutney, momo chutney and a spicy. Wow. And the parent in the spicy Szechuan hot sauce. So good guys, so good. 5 മാത്രം ഉണ്ടാക്കിയാൽ എനിക്ക് കുറ്റബോധമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഡയറ്റിങ്ങിലാണ്. സോ അതും കൂടെ ബോധമാണ് എനിക്ക്. സന്തോഷക്കണ്ണീര് വന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. എനിക്ക് പണ്ടറങ്ങണേ. വെള്ളം തീർന്ന് അനുഭവിക്കാൻ 9 out of 10 കൊടുക്കൂട്ടാ. അത്രയ്ക്ക് ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റി. ഒരു മാർക്ക് അങ്ങോട്ട് വന്ന് ചോദിക്കരുത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. അതിനിപ്പോൾ മൈദ കഴിച്ചോടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കട്ടെ അതിനൊന്ന് വേഗം ദഹിപ്പിക്കാനായിട്ട്.
നമുക്കിത് മുഴുവൻ ദിവസം ഇതുപോലെ തന്നെ അടിപൊളിയാവട്ടെ ഗൈസ്. തുടക്കം നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ 12:30 സമയമായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു. ബാക്കി രണ്ടെണ്ണം നമ്മൾ ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. ഈ ഒരു ഷാർക്ക് ടാങ്ക് അപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കിപ്പി ഐസ് പോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വേറെ വേരിയൻ്റാണ് നമ്മൾ ട്രൈ ചെയ്തിരുന്നത്. പക്ഷെ ഞാനിതൊരു ഇന്ത്യൻ ഫ്ലേവേഴ്സിൻ്റെ വേരിയൻറ്റ് പുതിയതായിട്ട് മേടിച്ചിരുന്നു കേട്ടോ. അതിനകത്തുണ്ട് കാലഘട്ട, റോസ്, ജൽജീര, ഇംലി, ചില്ലി ഗോവ, ആംപന്ന. ഓൾറെഡി നാളെ ഞാൻ ടേസ്റ്റ് ചെയ്ത് അതിന് ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കാം. ബാക്കി രണ്ടെണ്ണം നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു ഇംലിയോ മെൽറ്റായി തുടങ്ങിയിട്ടോ. നന്ന പിടിച്ചോ, എങ്ങനെയുണ്ട്? പുളിവെള്ളം. ഞാൻ വേറെ എന്തെന്നാ പ്രതീക്ഷിക്കേണ്ടത്? കാലഘട്ട കാലഘട്ടയുടെ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് വന്നില്ല. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതൊന്ന് ജൽജീര സൂപ്പറായിരുന്നു, ആംപന്ന സൂപ്പറായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഈ ഒരു ചില്ലി ഗോവ. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് മിക്സ്ഡ് ഒപ്പീനിയനാണ്. നല്ലതാണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഗോവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ എരിവ് വരുമ്പോൾ രസമുണ്ട് ചില്ലിയുടെ. ഓ, എൻ്റെ റിമോട്ടുമേക്കാ, നിനക്ക് വല്ല തലയ്ക്ക് വട്ടുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഫ്രീസറിലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ എൻ്റെ റൂം നല്ല അടിപൊളിയാകും, മമ്മി എന്നെ അടിപൊളിയായി. ഇനി നമുക്ക് ലഞ്ച് വെച്ച് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ മരവിച്ച ഭക്ഷണം ഇരുന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഒരാൾ നല്ല അടിപൊളി തേങ്ങ അരച്ച ചേമ്പ് കറി ഉണ്ടാക്കും. ചേമ്പ് കറിയൊക്കെ വെച്ച് ഞാൻ കൂട്ടി കഴിക്കും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ മമ്മി വല്ല പിണ്ടാക്കായ പോലെ അറിയോ? അപ്പൊ രണ്ടുപേര് വേണം, രണ്ടെണ്ണം ഓ ഗോഡ്, മമ്മി तो चीटिंग है यार. നാട്ടേക്ക് ഇച്ചിരി ബാക്കി വെക്കണേ. എന്ത് നല്ല വാസന. വേണ്ടക്കത്തില് നല്ലായിരുന്നു. പക്ഷെ ഇതല്ല, ഇത് വേറെ അല്ല, ഇത് കൊതി തന്നെ എനിക്ക്. മമ്മി മമ്മിക്ക് ഇന്ന് വല്ല കഞ്ഞി കുടിച്ചൂടായിരുന്നു. എന്നെ വെട്ടിക്കണ കഴിച്ച് ഞാൻ മോമോസൊക്കെ തിന്നണ കണ്ട് വേഗം ഓടി വന്നു. അല്ലെങ്കിൽ എന്തൊരു പാടാ മോനെ, എനിക്ക് വയ്യ മോന്, തേങ്ങ അരക്കാൻ എന്ത് പാടാ മോന്. ഇവിടെ അടിപൊളി ചെയ്യുമ്പോൾ വെച്ചിരിക്കണു. ഞാൻ എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യും? നമുക്ക് ഓടിക്കളയാം, എനിക്ക് സഹിക്കണില്ല, നല്ല മണം. വൈകുന്നേരം നമ്മുടെ ലഞ്ച് ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആണ്. പക്ഷെ ലഞ്ചിന് വേണ്ടി നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളതാണ് ഈ ഒരു അമുലിന്റെ പറാഠ. വെറും പറാഠ അല്ല ഗൈസ്. സോ ഇതാണ് അമുൽ. ഞാനിവിടെ വായിക്കട്ടെ ഒന്ന്. ഹാപ്പി ട്രീറ്റ്സ് റെഡി ടു കുക്ക് ആൻഡ് സർവ് ചീസ് ഓണിയൻ പറാഠ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വരുമ്പോ 20 രൂപ എന്നാണ് പറയുന്നത്. ഉണ്ടാക്കി വരും പറയാം എവിടെ വരെ നമ്മൾ എത്താൻ പോകുന്നതായിട്ട്. സോ ലെറ്റ്സ് മേക്ക്. അപ്പൊ ഇതിനകത്ത് നമുക്കൊന്ന് വേഗം വായിച്ച് നോക്കാട്ടെ. റിമൂവ് പാക്ക് ഫ്രം ഫ്രീസർ. ഓക്കെ, വേണ്ട അത്ര മാത്രം എടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് തവ ചൂടാക്കിയിട്ട് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു 30 സെക്കൻഡ് അല്ല 3 മിനിറ്റ് നമ്മൾ ടേൺ ചെയ്തുകൊണ്ട് അതിനെ 30 സെക്കൻഡ് ഓരോ തവണ ഓരോ വശം നമ്മൾ 30 സെക്കൻഡ് വീതം വെക്കണം. എന്നിട്ട് അങ്ങനെ 3 മിനിറ്റ് വരെ മറിച്ചും തിരിച്ചും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ ഗൈസ്, പുറകിലത്തെ മെസ് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ അവനെ കണ്ണും കൊണ്ട് തന്നെ ബ്ലറാക്കിക്കോട്ടെ. കാരണം നമ്മൾ ഷിഫ്റ്റിങ്ങിന്റെ സമയത്തുണ്ടായിരുന്ന സകല എന്താ പറയാ ബേസ്ബോർഡ് പെട്ടികളാണ്. അപ്പൊ നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ പ്രീഹീറ്റ് ചെയ്യാം. ഇത് പ്രീഹീറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാവ്, മറ്റേ സാധനം ഉണ്ട്. എന്നിട്ടാണ് ഇതില്ലേ, ഈ സാധനത്തിന് എന്തെന്നാ പറയാ, നമ്മൾ ടൈറ്റ് ആക്കൂലേ, അതുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് അടച്ച് തിരിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേനാ ഗൈസ് നമ്മുടെ ആൾക്കാർ. ചടാ, ഓഫ് നൈസ്. ഒരു ഇതേട്ടാ, ഇതാണ് നമ്മുടെ പരാഠ കേട്ടാ ഗൈസ്. അപ്പൊ ഈ പരാഠ പോലെ തന്നെ വേറൊരു പരാഠയും അതുപോലെ തന്നെ ഓപ്പൺ ആണ്. പിന്നെ വേറെ 2 പരാഠ ക്ലോസ് ആണോ? അല്ലല്ല, ലെക്കത്തിന്റെ ഇടയ്ക്ക് ഓരോരോ പേപ്പർ അവർ ജസ്റ്റ് പ്ലേസ് ചെയ്തേക്കണം. അത്ര ഞാൻ വെച്ച് പാർഷ്യാലിറ്റി ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ പരാഠ ഉണ്ടാക്കാണ്ട് ഇതിങ്ങനെ ഒരാളെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ പറ്റും ഗൈസ്. അത്രയും കാര്യമുണ്ട്. ഓക്കെ, സോ ബാക്കി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം, ഫ്രീസറിൽ കയറ്റാം. ഓക്കെ ഗൈസ്, ഇവിടെ ആള് ചൂടായിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും തേച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ തേക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ പരാഠയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നല്ലെങ്കിൽ ബട്ടർ, ഗീ, എന്ത് വേണമെങ്കിലും. മമ്മി എന്ത് ഞാൻ യൂസ് ചെയ്യണം? ബട്ടറാ, ഗീയാ, എണ്ണയാ? പരാഠയ്ക്ക് എണ്ണ മതി. ഓക്കെ ഗൈസ്, പരാഠയ്ക്ക് ഏറ്റവും ടേസ്റ്റ് ഗീ ടേസ്റ്റ് ആണ്, അല്ലാന്നല്ല, ബട്ട് എണ്ണ നെക്സ്റ്റ് ലെവൽ. അപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ കുക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യണ ഈ ഒരു
ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യാറ്. കാണാൻ പറ്റണ്ട, ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പൊ അത് നമുക്ക് തേച്ച് കൊടുക്കാം. ഓക്കെ, ഈ എണ്ണക്കുപ്പി പൊട്ടിച്ചിട്ടില്ലേ മമ്മി? ഇതെന്താ കാണിച്ചു വെച്ചേ? ഇതെന്തോ ഒപ്പിച്ചല്ലേ? ആ റിങ് ഒട്ടിച്ചു വെച്ച് അതിന്റെ എന്നിട്ട് പോരീന मम्मी मेरे को डी क्यों बोला यार? बहुत छोटा निकल नहीं रहा है मम्मी, थोड़ा सा किया मैंने. ഓക്കെ, ആ കിട്ടി കിട്ടി കിട്ടി. ചെയ്യേണ്ടി വന്നു. കൊഞ്ചോ എണ്ണ എണ്ണ പരത്തണോ? കാര്യാക്കണ്ട ഗൈസ്, ഈ സ്പാറ്റുലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ലേശം ഈ സ്പാറ്റുലയിൽ മാത്രം എടുത്ത് ഞാൻ തേച്ച് കൊടുക്കാം കേട്ടോ. നൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ 30 സെക്കൻഡ്സ് നമ്മൾ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാൻ പോവാട്ടാ. സ്മെൽ സോ ഗുഡ്. എങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യും? 2 ഉണ്ടാക്കിയല്ല ആലോചിക്കരുത്. പക്ഷെ എന്റെ ഡയറ്റ് ഓക്കെ ഗൈസ്, സൈഡിൽ നിന്ന് നമ്മുടെ ചീസ് വന്നോട് കണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ടാബറിൻ ഡേറ്റ്സ് ചട്നി കൂട്ടാ. ഓക്കെ ഗൈസ്, സിഞ്ചിരീസ് ഹാവിങ് മമ്മി കുറച്ച് കളഞ്ഞേക്കട്ട, നാളെ വയറിന് സുഖം വേണമെങ്കിൽ. ആർ യു റെഡി? ഐ ആം സോ എക്സൈറ്റഡ്. നമുക്ക് വേഗം തന്നെ പൊളിക്കാട്ടാ. നമുക്ക് ചീസ് കാണട്ടെ. നമുക്ക് വെറുതെ ആദ്യം തിന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ചട്നിയും കൂട്ടി കഴിക്കാം. എല്ലാവരും കഴിച്ചോ? എങ്ങനെ അകത്ത് എന്തില്ലേ? അകത്ത് കുറച്ച് എനിക്ക് തോന്നാതാണ് ഇനിയത് ഇല്ല. ഓക്കെ ഗൈസ്, മമ്മിയുടെ ഒരു പറാട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് മമ്മി ഇങ്ങനെ നടുക്കിൽ വെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് വേവാനായിട്ട് മമ്മി ഇതിനെ നടുക്കിൽ വെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മമ്മിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. മമ്മിയുടെ ഞാൻ എടുത്തോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ മമ്മിയുടെ പൊറാട്ടയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. അമ്മ വെട്ടൊക്കെ കൊടുത്ത് റെഡിയാക്കും. ഓക്കെ, നമുക്ക് ഇനി ചട്നിയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. ആക്ച്വലി വെരി ടേസ്റ്റി. എനിക്ക് ഭയങ്കര പിസ്സ ഫീൽ തന്നെയുണ്ട് ഇത് കഴിക്കുമ്പോട്ടാ. ഈ പറാട്ട ഞാൻ ഫ്രോസൺ പറാട്ടയിൽ ഏറ്റവും ആദ്യമായിട്ടാണ് കഴിച്ചിരുന്നെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ആശീർവാദിന്റെ ആലു പറാട്ട കഴിച്ചത് കൊണ്ട് എനിക്ക് അത്രയും ഇത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ടേസ്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മറ്റേനൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊരു ഫുഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് ഈ ഒരു സമയത്ത് ചോറുണ്ടെന്ന ശീലമാണ് എനിക്ക്. ചിലപ്പോൾ അത് ആകാൻ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തത്. കാരണം അവിടെ മമ്മി ആ ഉരുട്ടിക്കൊണ്ടിരിക്കും, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇത്ര തന്നെ ഫുഡായിട്ട് വരെ. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പ്ലസ് ബെറ്റർ ദാൻ പിസ്സ ബിക്കോസ് മൈദയല്ല, ഇത് വീറ്റാണ്. അതിനും ടേസ്റ്റി ചട്നിയാണ്. നമ്മൾ ചട്നിയുടെ കൂടെ കഴിക്കട്ടാ. ഇറ്റ്സ് ഡിന്നർ ടൈം. എൻ്റെ അടിവയറ് വേനെടുത്തോണ്ടിരിക്കുക ഗൈസ്. ഇറ്റ്സ് മൈ പീരിയഡ്സിൻ്റെ എത്രാമത്തെ ദിവസം? 3ാമത്തെ 4ാമത്തെ എങ്ങാണ്ട ദിവസമാണ് കേട്ടോ. കുന്തം ഇതിന് ഒരുമിച്ച് അങ്ങോട്ട് വന്നൂടെ? എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വന്നത്. ഒരു 2 ദിവസം വരും, 3ാം ദിവസം 4ാം ദിവസം വരില്ല. അപ്പം ഞാൻ വിചാരിക്കും ഇനി എന്ത് വരാനായിട്ട്. പക്ഷെ എല്ലാ തവണ പറ്റിക്കാൻ, എല്ലാ തവണ ഞാൻ പറ്റിക്കപ്പെടും. വാട്ട് ഇസ് ദിസ് ബിഹേവിയർ? നമുക്കിനി ഡിന്നർ കഴിക്കാം. അപ്പം ഞാൻ കുറച്ച് ബോളിനെയൊക്കെ അടിച്ചു വെച്ചേക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സർവൈവ് ചെയ്യുള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഡിന്നർ. ഞാൻ അതിന് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ്, അതുകൊണ്ട് നമുക്ക് വേദനയൊക്കെ മറന്നു ഓടിക്കാം. ഓക്കെ, സോ ഫോർ ഡിന്നർ നമുക്ക് ഇവിടെ ഉണ്ട് പിസ്സ. അത് റുപ്പീസ് അല്ല ഗൈസ്, ഇതാണ് തന്തൂരി പനീർ പിസ്സ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആസ് യൂഷ്വൽ. എനിക്കത് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ചാലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മതി മറക്കും. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഹൈ ഫൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ തന്തൂരി പിസ്സ. ഒന്നും മനസ്സിലാവണില്ലെങ്കിലും നമുക്ക് മനസ്സിലായെന്ന് അഭിനയിച്ചും കൊണ്ട് ഇതിനെ ഉണ്ടാക്കാം ഗൈസ്. എങ്ങനെ ഉണ്ടാക്കാണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇതിനകത്ത് ഓവൻ്റെ ഇൻസ്ട്രക്ഷൻ, അവൻ്റെ ഇൻസ്ട്രക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവളുടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല.
സ്റ്റൗവിൽ ഉണ്ടാക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല, നമ്മൾ സ്റ്റൗവിൽ ഉണ്ടാക്കും. നമ്മളോടാണ് കളി. നമ്മുടെ ഒരു ഫുഡ് അടി ഉണ്ടായിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ ഇഡ്ഡലി പാത്രം ഗൈസ് നമ്മൾ ഇതിനകത്തിട്ട് പുഴുകും. എനിക്ക് ഉപ്പിട്ടിട്ടുള്ള മെത്തേഡ് ചെയ്യണമെന്നുണ്ട്, മെത്തേഡ് ചെയ്യണമെന്നുണ്ട്. ബട്ട് നോ, നമ്മളിതിനെ വെള്ളം ഒഴിച്ച് പുഴുകുന്നു. ഓക്കെ, അപ്പം രാവിലത്തെ വെള്ളം ഓൾറെഡി ഉണ്ട്, എന്നാൽ പോലും ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചേക്കാം. ഡൺ. എവിഡൻസ് നമ്മുടെ പിസ്സ മതി. ഓക്കെ ഗൈസ്, പൊറ്റിക്കാം. മണമുണ്ട് ഗൈസ്. എത്ര നാളെ പിസ്സ കഴിച്ചിട്ട്. ഓക്കെ, എന്തൊക്കെ വീണ്. ഓ, ഒരിഗാനോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോ. സ്റ്റഫിങ് അല്ല, എന്തുട്ടാ അതിന്റെ ടോപ്പിങ്സ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ പ്ലാസ്റ്റിക് പൊതിയിരിക്കുന്ന സംഭവങ്ങൾ അത്രയും പിടിക്കാറില്ല. ബട്ട് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇതിന്റെ ചീസൊക്കെ പുറത്തേക്ക് പോകും. അപ്പം നമുക്ക് കുറച്ച് പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാം. ഭഗവാൻ, ഇത് വെജല്ലേ? യെസ്, ഇറ്റ്സ് വെജ്. അല്ലെങ്കിൽ ഇവിടെ അത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. മിക്ക സാധനങ്ങളൊക്കെ വെജ് ആവാം. നോൺ വെജ് വേണം ഇവിടെ കുറച്ച് പാടുപെടാനായിട്ട്. ഓഫ്, സ്മെൽ സോ ഗുഡ്. ചേട്ടാ, ഈ പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കാട്ടാ. അപ്പം ഇത് ഓട്ട ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് എന്താ പറയാ, നന്നായിട്ട് ഇങ്ങനെ ആവി കയറി ഫുൾ പീസ് നന്നായിട്ട് ചൂടാക്കി. അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടി നമുക്ക് ഓലിവ് ഓയിൽ അപ്ലൈ ചെയ്യാം. ഫോർ എ ചേഞ്ച് നമുക്ക് അവക്കാഡോ ഓയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഓട്ടയാണ്, അകത്തേക്ക് പോകാണ്ടിരുന്നാൽ മതി. വെള്ളം തെളിച്ച് പുറത്തേക്ക് വരും. അപ്പം നമുക്ക് കുറച്ച് സ്പാറ്റുലയിൽ എടുത്തും കൊണ്ട് ഇതിനവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഡോട്ട് ചെയ്ത്, അയ്യോ 2 ഓട്ടയിൽ പോയി. ഫുള്ള് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾറെഡി കുറച്ച് ടോപ്പിങ്സ് ഇങ്ങോട്ട് ഇളകിയ സ്ഥിതിക്ക് നമ്മൾ അതിനെ വീണ്ടും അങ്ങോട്ട് ആക്കണില്ല. കാരണം നന്നായിട്ട് ഉറച്ചിരിക്കണം, ഫ്രോസൺ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. ഗുഡ്. ചൂട് ഷോ, ഇത് ഭയങ്കര ചൂടായല്ല. നമ്മളൊരു കളി. ഓക്കെ ഗൈസ്, ഇതും ഒന്നാമത് മര്യാദക്ക് ഇതും ഇരിക്കണില്ല. നമുക്ക് ഇതിനെ ഇച്ചിരി വളച്ച് വെക്കാം. ഓക്കെ, നമ്മൾ കുത്തി കയറ്റി ഗൈസ്. ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് പറഞ്ഞേക്കണത് 9 to 11 മിനിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഓവനിലായിരുന്നെങ്കിൽ. പക്ഷെ സാരല്ല, നമുക്ക് അത്ര നല്ല ഒരു 10-15 മിനിറ്റ് വയ്ക്കാൻ. കുറച്ച് മീഡിയമിലേക്ക് തീ കൊണ്ടുപോകാം നമുക്ക് പതുക്കെ. കാരണം എണ്ണ തിളച്ച് പുറത്തേക്ക് വനിലും ഭേദം അങ്ങനെ ഇരിക്കും. അടച്ച് വെയിറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യും? മമ്മിക്ക് എന്തായാലും ചോറുണ്ട് കഴിക്കാം. മമ്മി ഇവിടെ ഫോണിൽ കുത്തിയിരിക്കുക ഗൈസ്. മമ്മിയുടെ ഫോൺ കേടായി. അപ്പം മമ്മി എൻ്റെ ഫോണിലാണ് ഓരോന്ന് കണ്ടുകൊണ്ട്. 2 ഐറ്റം മേടിച്ചിരുന്നു, സ്നാക്സ് ടൈപ്പ്. പക്ഷെ അതിനകത്ത് ഒന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് ശ്രദ്ധിക്കണം. 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇത് ബ്ലിങ്കിറ്റിന് സംഭവിച്ചേക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്തോ സംഭവിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാധനം എത്തി. പക്ഷെ ഇത്തവണ ഞാൻ വിളിച്ചു പറയാനായിട്ട് ഇപ്പോൾ 3 ദിവസമായി. വി കാൻ ഡു എനിത്തിങ്. അപ്പോൾ സാരല്ല, ഞാൻ വീഡിയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മൾ 24 hours അത് തിന്ന് തീർക്കേണ്ടതായിരിക്കും. നൈസ് ഗൈസ്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അറ്റത്ത് ഇച്ചിരി അതിൻ്റെ നെയ്യൊക്കെ പോകണുണ്ടോ? ഈശ്വര, പോവല്ലേ പ്ലീസ്. നമ്മുടെ 15 മിനിറ്റ് ആയി ഗൈസ്. ഫൈനലി ഗൈസ്. Guys, it's finally here. Guys, we did it. Look at this, guys. Look at this. എന്തിരസല്ലേ. വായോ നമുക്ക് വെട്ടാം. Finally, guys, we have pizza cutter. വായോ കട്ടാം. ഓക്കെ, സോ ഹിയർ ഈസ് അവർ പിസ്സ. ഞാൻ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആലോചിച്ച് നമ്മൾ ഒരിഗാനോ ഒക്കെ ബാക്കിയാണ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ 2 സാഷറ്റ് ഉണ്ട്. ഒന്ന് ചില്ലി ഫ്ലേക്സ് ആൻഡ് നമ്മുടെ ഒന്ന് ഒരിഗാനോ. എനിക്ക് തോന്നുന്ന സോസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പൊടിയിടാം. വാവ്. ഞാനിവിടെ കുറച്ച് കെച്ചപ്പ്, എനിക്ക് കാരണം പിസ്സയുടെ മുകളിൽ കുറച്ച് കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്ന് ഇളക്കട്ടെ കേട്ടോ, ഭയങ്കര വെള്ളമായിപ്പോയി. ഓക്കെ, നൈസ്. ആക്ച്വലി നല്ലൊരു കെച്ചപ്പാട്ടാ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇച്ചിരി പുളിയുണ്ട്, പക്ഷേ നൈസ്, നല്ലതാണ്. കുറച്ച് ഓർഗാനിക് ആണ്, അതുകൊണ്ടാണ്. എൻ്റെ ഇത് 3ാമത്തെ കുപ്പിയാട്ട കെച്ചപ്പിൻ്റെ ഗുജറാത്തിൽ വന്നതിന് ശേഷം. ഗൈസ്, ഈ ചെക്കൊന്നും ഇനി ഇവിടെ സ്ഥാനമില്ല. വായോ നമുക്ക് അറ്റാച്ച്. ഭയങ്കര ചൂടുണ്ട്. ഹാവ് ഇറ്റ്. എല്ലാവരും കഴിച്ചോ? ഭയങ്കര ചൂട്, വേഗം കഴിക്കും. Mummy, bon appetit. Bon appetit, guys. Yummy. ഇത് പുഴുങ്ങിയോടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്തുണ്ട് പനീർ, ക്യാപ്സിക്കം, ചില്ലി, അതാണ് മെയിൻ. പിന്നെ ചീസ് ഉണ്ട്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കൂല. നമുക്ക് ഇപ്പം തന്നെ വല്ല മധുരം കഴിക്കാൻ കഴിച്ചാൽ എനിക്ക് കൊതിയായിട്ട് വയ്യ. ബിക്കോസ് ഈ ഐറ്റം അത്രയ്ക്ക് അമേസിങ് ആണ്. ബിക്കോസ് എനിക്കിഷ്ടമുള്ള ഒരു സ്വീറ്റിനെ കുറച്ച് കണ്ടല്ലേ നിങ്ങൾ, എനിക്കിഷ്ടമുള്ള സ്വീറ്റിൻ്റെ ഏകദേശം ഒരു ഇരട്ട സഹോദരിയാണ് ഗൈസ്. അതാണ് ടറ്റടാ റസ്മലായി. അപ്പോൾ ഈ ഒരു അമൂലിൻ്റെ റസ്മലായി ആയിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് എന്താണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റസ്ഗുല്ലയാണ്, പക്ഷേ റസ്മലായും എനിക്കിഷ്ടമാണ്. കാരണം അതുപോലെ തന്നെ ഏകദേശം റസ്ഗുല്ല ഷുഗർ, ലിക്വിഡ് ഷുഗറിനകത്ത്, സിറപ്പിനകത്തല്ലേ അത് ഡിപ്പ് ചെയ്തിട്ടുണ്ടാണ്. ഇത് മിൽക്കിനകത്ത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓ എക്സൈറ്റഡ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മളെ പുറത്തെടുത്തും കൊണ്ട് 10 മിനിറ്റ് ഇതിനെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് മുക്കി വെക്കണം. ഇതിൻ്റെ ട്രേ നമുക്ക് നോക്കാം എന്ത് ട്രേ ആണെന്നുള്ളത്. ഞാൻ തുറന്നിട്ടില്ല ഒന്നും. വേറെ 2-3 രീതിയും കൂടെ ഉണ്ട് തണുപ്പിച്ച് കഴിക്കുന്ന രീതി. അത് നമുക്ക് നാളെ എന്തായാലും ട്രൈ ചെയ്യാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് വേഗം ചൂടായിപ്പൊന്നുമില്ല ഗൈസ്, ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ പണ്ണാം. ഓ ഈ ട്രേ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു നല്ല ട്രേ ഒക്കെ വരും. സാരില്ല, എന്തായാലും പൊളി. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ. Meet some tidy, meet some tidy, pick them up, pick them up. എനിക്കറിയാം ഗൈസ്, മേക്ക് ദ ഫ്ലോർ അൺടൈഡി ആണ്, പക്ഷെ മമ്മി എന്നെ പഠിപ്പിച്ചത് മീറ്റ്സ് ഓക്കേ. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇത് വെറുതെ എനിക്ക് കോരി തിന്നാൻ തോന്നണട്ടെ. ഐസ്ക്രീം ആയിട്ട് കഴിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ മമ്മിയോട് ചോദിക്കട്ടെ കേട്ടോ. മമ്മി ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇതിനെ നമ്മൾ ഐസ്ക്രീം ആയിട്ട് തന്നെ കഴിക്കണോ അതോ ചൂടാക്കണമെന്ന്? ഐസ്ക്രീം തന്നെയായിട്ട് തോന്നുന്നു. ഐസ്ക്രീം അല്ല ഇത് സംഭവം, റസ്മലായിയാ, റസഗുല്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. सच में? അല്ലാണ്ട് ഇനി എന്ത് ചെയ്യാൻ പോണി? इसको बोला है कि 10 मिनट गर्म पानी में डुबा के रखना है. എന്നാ വെക്ക്. करो. അല്ലാണ്ട് പറട്ടണ്ടേ അങ്ങ് ചെയ്യണം. तो फिर बाद में फ्रीज करके भी खा के देखेंगे कैसा है ना. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇത് ചൂടാക്കി കഴിച്ചു നോക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് എന്തായാലും തണുപ്പിച്ചും കഴിക്കാം. നൈ, അത് നമ്മുടെ ഇഷ്ടമാണല്ലോ. ഒന്ന് ആറിയതിന് ശേഷം വീണ്ടും വെച്ചിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതെന്തായിട്ട് കൊള്ളൂല ഇങ്ങനെ? ऐसे कैसे खाएंगे मम्मी? കരിഞ്ഞു വെക്കണേ. नहीं अच्छा लगेगा. गरम करती हूँ. വെള്ളം വേണം. സൂപ്പർ ഹോട്ട് വാട്ടർ ഹിയോ. വേഗം നമുക്ക് ഇനി ഇതിനെ മുക്കി വെക്കാം. പുറത്തേക്ക് പോകാണ്ടിരുന്ന ആദ്യം വെള്ളം കറക്റ്റ് ലെവലിലാട്ട കിടക്കണം. തുടക്കേണ്ടി വന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 10 മിനിറ്റ് വരെ ഇങ്ങനെ ഇതിന്റെ പുക വേണം കണ്ട ഗൈസ്. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര ഹെൽത്തി ആയിട്ട് തോന്നാറില്ല കേട്ടാ. ഫ്രോസൺ ഫുഡ് ടീക്ക്, ബട്ട് എനിക്ക് എന്തോ ഒരു കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ശരിയാ, പക്ഷെ എന്നാൽ പോലും എനിക്ക് അത്ര പിടിക്കണില്ല. ഇങ്ങനെ ഭയങ്കര തണുപ്പെന്നുള്ള അവസ്ഥയാണ് ഭയങ്കര ചൂടാക്കണത്. ഇസ് ദാറ്റ് ഗുഡ്? ഇസ് ദാറ്റ് ഹെൽത്തി? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. എന്തായാലും ഞാൻ മെഴുങ്ങി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി 10 മിനിറ്റ് അടച്ചു വെക്കാം. അയ്യോ, നമുക്ക് ഇതിന്ന് ആദ്യം മാറ്റാം, അല്ലെങ്കിൽ വെള്ളം അങ്ങനെ ഇതിനകത്ത് കയറി അത് പോയി ഒക്കെ റെഡി ആവും. പതുക്കെ നമുക്ക് ഈ വെള്ളം കൊണ്ടുപോകാം ഗൈസ്, അല്ലെങ്കിൽ മമ്മി എൻ്റെ. ഓക്കെ ഗൈസ്, ഫൈനലി ദ മൂവ്മെന്റ് ഈസ് ഹിയർ. മെൽറ്റ് ആയില്ലേ? അയ്യോ, ഇത് മെൽറ്റ് ആയില്ല. ഓക്കെ ഗൈസ്, ഇത് മെൽറ്റ് ആയിട്ടില്ല. നമ്മളിനി എന്ത് വേണം? തണുത്തതല്ല തിന്നാല. നമുക്ക് കുറച്ച് ഇതിന്റെ മിൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ മെൽറ്റ് ആയ. ഓ ഗോഡ്, സ്മെൽ ചെയ്യൂ ഗൈസ്, സ്മെൽ ചെയ്യൂ. ഇപ്പൊ പോയേനെല്ലാം കൂടെ നിങ്ങൾക്ക് ശരിക്കും സ്മെൽ ചെയ്യേണ്ടി വന്നേനെ, നിങ്ങൾ കുടിച്ചേനെ. ഓക്കെ ഗൈസ്, ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഭാഗ്യം. ഓ ഗോഡ്, ലുക്ക് ഗൈസ്, മിൽക്കി ജ്യൂസി. എല്ലാരും കഴിച്ചോ, വേഗം കഴിച്ചോ. ഇതൊരു ടേസ്റ്റ്. താങ്ക്ഫുള്ളി ഇതിന്റെ ആ ഒരു ഫ്രോസൺ എന്നുള്ള അവസ്ഥ മാറി ഗൈസ്. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ തണുത്തട്ടാട്ടോ സ്വാദ്. അത് കഴിഞ്ഞാൽ കഴിക്കൂലട്ടോ. നമുക്ക് നാളെ രാവിലെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. അപ്പോഴേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓൾറെഡി 9 മണി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആവാനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗം വറുത്ത് പൊരിക്കാനായിട്ട്. ആൻഡ് യെസ്, ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഗൈസ്. വിശന്നിട്ട് വയ്യ. സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ഫ്രിഡ്ജിൻ്റെ അടിയിൽ വൃത്തിയാക്കുമ്പോൾ മമ്മി ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഫ്രീസറിലുണ്ടായിരുന്ന സകല സാധനങ്ങളും സാരില്ല. പക്ഷെ എന്നാലും ഞാൻ ഉടനെ തന്നെ രാവിലെ തന്നെ ഓൺ ചെയ്ത് ഇപ്പം ഒക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളങ്ങനെ വിടമാട്ടി പൊങ്ക വിടമാറ്റി ദുർഗാഷ്ടമി ഒക്കെ വരണ്ടാക്കാൻ പോവാ. ഭയങ്കര എക്സൈറ്റഡ്. ശാലാവാലാത്ത ബിൽക്കുൽ നീ പോവാ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് പോസിറ്റീവായിട്ട് നല്ല ഐശ്വര്യം.
രാവിലെ തന്നെ ബാറ്ററി പോയി ക്യാമറയുടെ, നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ലോകത്ത് എവിടെ പോയാലും മുടി തുറന്ന് റോൾ അടിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ അടക്കള നമ്മുടെ ആയാലും ബാക്കി ആരുടെ ആയാലും കെട്ടി വെക്കണതാണ് എപ്പോഴും നല്ലത്, നമുക്കും ബാക്കിയുള്ളവർക്കും. ഡൺ. ഇങ്ങനെയല്ല, ആക്ച്വലി നല്ലോണം എടുത്ത് കെട്ടണം നമ്മൾ, ബട്ട് സാരില്ല, മുമ്പിലുള്ളത് അറ്റ്ലീസ്റ്റ് വരാണ്ടിരിക്കും. ഇപ്പൊ ഞാൻ തല കഴുകിയിരുന്നു, രാവിലെ കുളിച്ചിരുന്നു സ്ട്രേറ്റ് ആഫ്റ്റർ 5 days. അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി തല ചൊറിഞ്ഞാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു. പിന്നെ എന്തായാലും തല കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ DIY ഹെയർ മാസ്കും ഫേസ് മാസ്കും അപ്ലൈ ചെയ്തിട്ട് ഇവിടെ റെഡിയാണ്. ഒക്കെ നമുക്ക് ഇനി നമ്മുടെ സംഭവമായിട്ട് വരാം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഫ്രോസൺ ഫുഡ് എന്നുള്ളൊരു സംഭവം ഞാൻ കാണുന്നത്. ഞാൻ ചെറുതായിരുന്ന പോലെ ഈ സാധനം എനിക്കറിയാം ഗൈസ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ വീട്ടുകാർ നമ്മളെ ഓടിക്കാതെ മേടിച്ചിട്ട് പറഞ്ഞേക്കാൻ, ആ സമയത്ത് നമുക്കിത് ഭയങ്കര വിലയായിട്ട് അങ്ങനെ തോന്നിയിരുന്നു. ഇപ്പോഴും നല്ല വില തന്നെയാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുഴപ്പമില്ല, മേടിക്കാനായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഫൈനലി അത് മേടിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. അതാണ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അറിയിക്കാൻ. ട്രൈ ചെയ്യാത്തവർ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യണം ഞാൻ പറയാം. നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളത് തന്നെ ഞാൻ പറയാം, എന്നിട്ട് ട്രൈ ചെയ്താൽ മതി. സോ യെസ്, അപ്പൊ മക്കേന്റെ ഞാൻ വേറെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നോ, പക്ഷെ എനിക്ക് ഈ ഒരു സ്മൈലി, ഈ ചിരിച്ചിരിക്കണ ഈ കുട്ടന്മാരില്ലേ, അത് തന്നെ എനിക്കത് തന്നെ വിഴുങ്ങണം. എനിക്കത് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ സ്മൈലിയുടെ ഇത് തന്നെ മേടിക്കണം എന്നായിട്ട്. സോ ഇത് റേറ്റ് എനിക്ക് തോന്നുന്നത് 140 rupees ആണ് കേട്ടോ. അപ്പൊ ഇത്രയും നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. കുറെ പേർക്ക് കഴിക്കാൻ പറ്റും, കുറെ പേർക്കല്ല 2 to 3 പേർക്ക് കഴിക്കാൻ പറ്റും. അത് എന്നെ പോലെ ഡയറ്റ് കോൺഷ്യസ് ആണെങ്കിൽ 4 to 5 പേർക്കും 2 to 3 പീസുകൾ പറക്കെടുത്ത് ഞാൻ ഓക്കെ. നമ്മളിത് മുഴുവൻ ഉണ്ടാക്കാൻ പോകണില്ല, അതുകൊണ്ട് വരി നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ട്രൈ ചെയ്യുന്ന വിധത്തിൽ മാത്രം നമ്മൾ ഉണ്ടാക്കണുള്ളൂ. പക്ഷെ ഇത് മാത്രമല്ല, യെസ്, ഇവിടെ നമുക്കുണ്ട് ഈ ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പൊ ഇതാണ് ITC മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഫ്രഞ്ച് ഫ്രൈസ്. എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഡിപ്പ് ചിലപ്പോൾ നമുക്ക് ഇന്നലെ നമ്മുടെ എന്തിനായിരുന്നു നമുക്ക് ഫ്രീ കിട്ടിയിരുന്നേ, മൊമോസിന്, അതുപോലെ ചിലപ്പോൾ ഇവര് നമുക്ക് കിട്ടാൻ സാധ്യത കേട്ടോ. ഓക്കെ, നമുക്ക് 2 കൂടെ വറുത്ത് പോയിരിക്കാം. ആദ്യം എണ്ണ ചൂടാ. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഈ ഫ്രോസൺ ഫുഡിനകത്ത് എക്കത്തിരിയില്ലേ ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തോന്ന് എഴുതിയിട്ടുണ്ട്. ദോ ആണ് എന്തെന്നെ പറയാൻ തരുന്നത്, THAW. നമുക്ക് ആദ്യം ഒന്ന് ഗൂഗിൾ ചെയ്യാം. പിഗ്ലാന എന്ന് വെച്ച് കഴിഞ്ഞാ മെൽറ്റ്. തോന്ന് പറഞ്ഞാൽ മെൽറ്റിങ്, മെൽറ്റ് ആവരുത്. ഡോണ്ട് ലെറ്റ് ദം മെൽറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിനെ മെൽറ്റ് ആവുമ്പോഴാണ്, അലിഞ്ഞു പോകുമ്പോഴാണ് മെൽറ്റ് എന്ന് പറയുന്നത്. മേ ബി ഫ്രോസൺ ഫുഡ് അലിയുമ്പോൾ അതിന് THAW എന്നാ പറയണത്. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ ഗൈസ്? അത് ഞാൻ മാത്രമാണ് വിവരദോഷി. ഓക്കെ, നമുക്ക് വേഗം എണ്ണ ചൂടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ പൂരിയൊക്കെ എല്ലാം വറക്കാനുള്ളത് ഇച്ചിരി എങ്ങാണ്ട് ബാക്കിയുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും എണ്ണ ചൂടാക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, ബാക്കി നമുക്ക് നമ്മുടെ കുപ്പിന്ന് കപ്പെടുത്താം. ഓക്കെ ഗൈസ്, അതിനെ ഡീപ് ഫ്രൈ ചെയ്യാൻ പറഞ്ഞേക്കണത് കേട്ടാ. പക്ഷെ ഞാൻ അത്രയ്ക്ക് എണ്ണ എടുക്കണില്ല, നമുക്ക് അതിനെ മറച്ചിട്ടാൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് അത്യാവശ്യം എണ്ണ വേണം, പക്ഷെ അത്ര എടുക്കണില്ല, കുറച്ച് മാത്രം എടുക്കണം. നമുക്ക് മറച്ചിട്ട് കളിക്കാന്ന്, എന്നൊരു എണ്ണ വേസ്റ്റ് ആവും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ മക്കയിൽ നിന്ന് തുടങ്ങാം. ഉരുളൻകിഴങ്ങാണോ ഇത്? ഉരുളൻകിഴങ്ങാണോ ഇത്? യെസ് ഗൈസ്, ഇത് പൊട്ടറ്റോ. നമ്മളിപ്പോ 2 പൊട്ടറ്റോ ആണ് ബൈ ദ വേ കഴിക്കാൻ പോണത്, ഫ്രഞ്ച് ഫ്രൈസ്. ഈ സോ ക്യൂട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്രീപ്പിയാ. ഒക്കെ പതുക്കെ ഇടാട്ടാ, നമുക്ക് ഇവിടെ നറ്റത്ത് നിടാം. അപ്പൊ അതങ്ങോട്ട് പൊക്കോളൂ. ഓക്കെ, ഇതിങ്ങനെ കിടക്കണ കാണുമ്പോ തന്നെ എന്തോ ഒരു വിയർഡ് ഫീലിംഗ്. ഓക്കെ ഗൈസ്, മറച്ചിടാം. ഇവിടെ നമ്മുടെ ആള് അതല്ല, അതവിടെ ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് വല്ല സോസ് ഉണ്ടോ നമ്മൾ അതാ അടിച്ചു കഴിച്ചു. ഇല്ല ഗൈസ്, ഇവര് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കണം നമ്മുടെ സോസ് തന്നെ വേണമെങ്കിൽ നമുക്ക് മമ്മി ഇവിടെ എനിക്ക് കട്ടൻ ചായ വെച്ചിട്ട്. മമ്മി ഇത് കട്ടൻ ചായ തന്നെയല്ലേ? മമ്മി എനിക്ക് ഇവിടെ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഗൈസ്. തണുത്ത് പോയി, പക്ഷെ നമുക്ക് ചൂടാക്കാം സാറില്ല. എന്നാലും മമ്മി ആലോചിച്ചിട്ട് എനിക്ക് രാവിലെ വേണ്ടി വരും എന്നുള്ളത്. വേഗം എല്ലാരും കഴിച്ചോ? ബോൺ അപ്പറ്റീറ്റ്. ഫൈനലി ഇത്ര വർഷങ്ങൾക്ക് ശേഷം
ടിവിയിൽ ഇത് കണ്ട് കണ്ട് മനുഷ്യൻ വെള്ളം ഒരിക്കലായിരുന്നു ഗൈസ് വായില്. ഇനി ഇപ്പഴാണ് നമുക്ക് കഴിക്കാനുള്ള യോഗം ഉണ്ടായേക്കണം. ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. എന്റെ ഒപ്പം അങ്ങോട്ട് കുറച്ച് കട്ടൻ ചായ തന്നാ. യമ്മി യമ്മി ടേസ്റ്റി ടേസ്റ്റി. ഗായ്സ് എന്റെ അടുത്ത് പെരി പെരി സ്പ്രിങ്ക്ലർ കണ്ടിട്ടാ. നമുക്കത് ഇട്ട് നോക്കാം. മാഗ്ഡി പോലെ ആവൂലേ? ഓക്കെ, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എക്സൈറ്റഡ്. ഏറ്റവും കൂടുതൽ മസാല ഇതുമേ ഇത്ര ഉള്ളൂ. കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്താ കറക്റ്റ്. മെഗ്ഡി അറ്റ് ഹോം. ഒരു രക്ഷയില്ല സത്യം. മൂക്കിൽ ഇച്ചിരി പെരി പെരി കയറിപ്പോയി ഗൈസ്. ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്. ഉണ്ടായി നോക്കമ്മ. കഴിച്ചോ? ഞാനുണ്ട്. ഇതും കൂടെ കഴിച്ചോക്കെ. ഇതും കൂടെ കഴിച്ചോക്കെ. സ്മൈലി സ്മൈലി സ്മൈലി. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെ പറയണേ ഇതില്ലേ മാക്ഡോണൾസ് അറിയുന്നുണ്ട്. ഡോറേമോണെന്ന്. ഡോമിനോസ് പോലെ മാക്ഡോണൾസ് അതിനകത്ത് കിട്ടണ കേട്ടോ. അപ്പൊ ഈ പൊടി ഞാൻ ഇട്ട് കറക്റ്റ് അതേ ടേസ്റ്റ് ഇപ്പൊ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനൊക്കെ മെഴുക്കുവരട്ടില്ലെങ്കിൽ കൂട്ടാൻ നല്ലതാണ്. എങ്ങനെയുണ്ട്? ചോറിന് മെഴുക്കുവരട്ടി ഫ്രഞ്ച് ഫ്രൈസ്. മാക്ഡോണൾസുകാരും അറിയണ്ട ഗൈസ്. അവർ കട കൂട്ടി പോയിക്കളെ ഇത് കേട്ടിട്ട്. എഡിറ്റിംഗ് പർപ്പസ് ഹിയർ. അപ്പോൾ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ഫ്രോസൺ ഫുഡ് മുഴുവൻ ഞാൻ തന്നെ വെട്ടി വിഴുങ്ങി. ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ സൊസൈറ്റിയിലെ ഹെൽപ്പേഴ്സിനാട്ടോ ഞാൻ മുഴുവൻ കൊടുത്തത്. ആൻഡ് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ നിങ്ങളോട് ടാറ്റ പറയാൻ പറഞ്ഞു പോയതായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുഡ് ബ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചാലഞ്ച് ചെയ്യണം ഗൈസ്? ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് പോയിട്ട്. അപ്പോൾ കൊതിയൊക്കെ വിട്ടിട്ട് എങ്ങനെ തോന്നുന്നത്? അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ധാരാളം കൊതി വിട്ടു. എന്തായാലും എൻ്റെ വയറൊക്കെ കലിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. യെസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 24 hours ഫ്രോസൺ ഫുഡ് ചാലഞ്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ബ്ലോഗ്/ഫുഡ് ബ്ലോഗ് ആയിട്ട് വേഗം തന്നെ ഞാൻ പറഞ്ഞത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ.